മാമ്പഴത്തറയിലേക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ തൂക്കുപാലം കാണുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ ചില ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് കാരണം ചെറിയ പേടിയോടെ തന്നെയാണ് അപ്പുറം കടന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ആനത്താരയാണ്. ഈ കിടക്കുന്ന ആനപ്പിണ്ടം തന്നെയാണ് അതിന്റെ തെളിവ്. കാട്ടിനുള്ളിൽ നിന്നും അവരിവിടേക്ക് വരുന്നത് ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ തന്നെയാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആനക്കൂട്ടങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര സാധ്യതയാണ്. ഞങ്ങൾ ഈ പാലം കടന്ന് വന്നപ്പോൾ കണ്ടൊരു കോട്ടേജാണിത്. ഒരുപക്ഷെ ഈ കോട്ടേജിന് ബ്രിട്ടീഷുകാരുടെ കാലത്തോളം പഴക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ഈയൊരു കെട്ടിടവും പരിസരവും അവർ നല്ല വൃത്തിയോടെ തന്നെയാണ് പരിപാലിച്ചു വരുന്നത്. ഇതിന്റെ പുറകുവശത്തെ അലക്കുകല്ലും കോഴിക്കോടുമൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ളവർ ജീവിതകാലം മുഴുവൻ ഈ എസ്റ്റേറ്റുകാരുടെ കീഴിൽ തന്നെയാവും എന്നാണ് തോന്നുന്നത്. തൊഴിലാളികൾ ഇപ്പോഴും ഈ പൊളിയാറായ പാലം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എസ്റ്റേറ്റുകാർ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഈ സ്കൂള് ഇവിടുത്തെ തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂളാണ്. പോകുന്ന വഴി മുഴുവനായും എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഈ എസ്റ്റേറ്റിനുള്ളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പ്രാർത്ഥിക്കാനും മറ്റുമായി അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ യാത്ര അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.